ഈ വചനത്തെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അത് എഴുതിയവനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. അപ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബൈബിളിലെ പല കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താ പറയണം, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എഴുതിയവനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഈ ബൈബിളിലെ വചനങ്ങൾ അതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, അത് ആസ്വാദികരമായി അനുഭവപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയണത്, വചനം വായിക്കുന്നതിനേക്കാളും മുമ്പ് പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന് പൊരുൾ മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ പൊരുളുകൾ ഇങ്ങനെ ഇതിൽ വിടർന്നു വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. വചനം വായിക്കുന്നവരും കൂടുതൽ കൂടുതൽ വായിക്കുന്നവരും ദൈവത്തിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ കൂടുതൽ കൂടുതൽ തെളിച്ചത്തോടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം വചനം വായിച്ചു കഴിഞ്ഞ് പറഞ്ഞുകൊണ്ട് ആരും അത് താഴെ വെച്ചേക്കരുത്. അത് വീണ്ടും വീണ്ടും വായിക്കണം. വീണ്ടും വീണ്ടും വായിക്കുന്നവരും കർത്താവിൻ്റെ മനസ്സ് കൂടുതൽ വ്യക്തതയോടെ അനുഭവിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന് ശക്തമായ സാന്നിധ്യമുണ്ട് ഓരോ വചനത്തിലും. നമ്മൾ അങ്ങനെ വേണം ഓരോ വചനങ്ങളെ സമീപിക്കാൻ. ഓരോ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ വിറയലോടെ ആ വചനത്തെ കേൾക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ന്റെ 2-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വചനം കേൾക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് വചനം പറയുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എന്നൊരുമിച്ച് പറയാവോ? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ പ്രസാദിക്കുക. എന്തുകൊണ്ടാണ് എളിമയോടെ വചനം കേൾക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ട് അനുതാപത്തോടെ വചനം കേൾക്കണമെന്ന് പറയണത്? എന്തുകൊണ്ടാണ് ദൈവഭയത്തോടെ വചനം കേൾക്കണമെന്ന് പറയണത്? കാരണം വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. തൃത്വത്തിൽ 3-ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വചനത്തിലുണ്ട്. നമ്മുടെ വചനത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. ദൈവമാതാപിങ്ങനെ പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തെയും ദൈവവചനത്തെയും ഒരുപോലെ നമ്മൾ ബഹുമാനിക്കണം, ഒരുപോലെ നമ്മൾ കാണണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആവിലായിൽ അമ്മ ത്രേസ്യ എങ്ങനെ പറയുവേ, ഓരോ പ്രാവശ്യം നമ്മൾ ബൈബിൾ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എടുത്തത്, അതുപോലെ വേണം ബൈബിൾ എടുക്കാനായിട്ട്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എടുത്തിട്ടുണ്ടാവുക, അതേ സ്നേഹത്തോടെ അതേ വിശ്വാസത്തോടെ നമ്മൾ ബൈബിൾ എടുക്കണം, കരങ്ങൾ കൊണ്ടെടുക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വചനത്തിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ വേണ്ടി തുടങ്ങും. അച്ഛൻ പറഞ്ഞു, യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. ഒരുമിച്ച് പറയാവോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വചനം വായിക്കുമ്പോൾ വചനത്തിൽ ആത്മാവ് ജീവൻ അത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോലെ ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങും. നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വീട്ടിലേക്ക് വചനത്തിന് കൃപ കടന്നു വരുന്നുണ്ട്. വചനത്താൽ ആ വീട് വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലുള്ള ആത്മാവ് ജീവൻ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. ആ കർത്താവിൻ്റെ ആത്മാവിനാൽ ജീവനാൽ ആ മുറി വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. എസെക്കേൽ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ 2 കാലിൽ ഉറപ്പിച്ചു നിർത്തി. ഒരുമിച്ച് പറയാവോ? അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ 2 കാലിൽ ഉറപ്പിച്ചു നിർത്തി. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഏത് മേഖലയാണ് തളർന്നു കിടക്കുന്നത്, എവിടെയാണോ മനസ്സ് മടുത്ത് കിടക്കുന്നത്, ആ മേഖലയിൽ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ 2 കാൽ എഴുന്നേറ്റ് ഉറച്ചു നിൽക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തും പരിശുദ്ധാത്മാവ്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ, വചനം എന്നോട് സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, ആ വചനത്തിലുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു എന്നെ 2 കാൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. ചിലപ്പോൾ അപകർഷതാബോധത്തിലായിരിക്കും വീണ് കിടക്കുന്നത്, ചിലപ്പോൾ കുറ്റബോധത്തിലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും, വെറുപ്പിലായിരിക്കും, അശുദ്ധിയിലായിരിക്കാം, പാപകരമായ ചില കാര്യങ്ങളായി അഡിക്ഷനുകളായിരിക്കും തളർന്നു കിടക്കുന്നത്. പക്ഷെ വചനത്തിലുള്ള പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ്ലീഹയെ പറ്റി പറയണത്. പത്രോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു.
കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഒരുമിച്ച് പറയാവോ? പത്രോസ് ശ്ലീഹ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ട, ഈ വചനം കേൾക്കുമ്പോൾ ഒത്തിരി പേരുള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ട്. ആത്മാവിന്റെ ജ്വലനം വിളിക്കുന്ന അനേകം മക്കളിലേക്ക് ഈ സമയത്ത് കടന്നു വരുന്നവർക്ക് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസ് ശ്ലീഹ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുവരാൻ കാരണം, പാപത്തിലേക്ക് വീണ്ടും വീണു പോകാൻ കാരണം അത് വിശുദ്ധ ലിഖിതമോ അത് ദൈവത്തിന്റെ വചനമോ അറിയാത്തത് കൊണ്ടല്ലേ. ദൈവവചനം അറിയാത്തത് കൊണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. പരിശുദ്ധാത്മാവ് സൈലന്റ് ആണ്, നിശബ്ദനാണ്. ദൈവവചനം അറിയാത്തത് കൊണ്ടാണ് അനേകം മക്കൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകണത്. പാപത്തിൽ കിടന്ന് മരിക്കുന്നതിന് പുറകിലെ കാരണം ഈ വചനത്തോടുള്ള അജ്ഞതയാണ്. യെശയ്യാ പ്രവാചനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം, എൻ്റെ ജനം അജ്ഞത നിമിത്തം നാശത്തിലേക്ക് പോകുന്നു. അവിടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുന്നു, അനേകർ ദാഹാർത്തരായിട്ട് കഴിയുന്നു. എൻ്റെ ജനം അജ്ഞത നിമിത്തം. എന്തിനുള്ള അജ്ഞത നിമിത്തം? ദൈവവചനത്തിലുള്ള അജ്ഞത നിമിത്തം. അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് അവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നു, അവർ ദാഹിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.